Good evening everyone. Today we are going to discuss a very important poem in the second unit, Death the Leveler. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Death the Leveler എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിലെ പോയമാണ്. This is the most important poem in the Plusone textbook. Plusone textbookലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ് ബിക്കോസ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയമാണ് Death the Leveler. അതേപോലെ ഈ പോയത്തിൽ നിന്ന് ഒരു തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഐഡൻറ്റിഫൈ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ പോയം ഡെത്ത് ദ ലെവലർ. ഡെത്ത് ദ ലെവലറിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കണ്ടെത്തുക. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ പോയം പോലും തരാതെയാണ് നമ്മളതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അത്ര ലൈൻ ബൈ ലൈനായിട്ട് പഠിക്കേണ്ട ഒരു പോയമാണ് ഡെത്ത് ദ ലെവലർ. പോയം പഠിപ്പിക്കുമ്പം പോയം വായിക്കും, ആ പോയറ്റിക് ലൈൻസിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇംഗ്ലീഷ് ലൈൻസിലൂടെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ മലയാളം പറയും. അങ്ങനെയാണ് നമ്മൾ പോയം പഠിക്കുക. So let's start the poem. There are 3 stanzas in the poem and it is a poem written by James Shirley. James Shirley is an Elizabethan poet. So it's a poem. Death the Leveler is a poem written by James Shirley, the Elizabethan poet. Elizabethan poet ആയിട്ടുള്ള എലിസബത്തൻ ഏജിൽ ജീവിച്ചിരുന്ന ഒരു പോയറ്റാണ് ജെയിംസ് ഷേർലി. എലിസബത്തൻ ഏജിൻ്റെ ലാസ്റ്റിൽ ജീവിച്ചിരുന്ന ഒരു പോയറ്റാണ് ജെയിംസ് ഷേർലി. ആ ജെയിംസ് ഷേർലി എഴുതിയ ഒരു പോയമാണ് ഡെത്ത് ദ ലെവലർ. ഇറ്റ്സ് എ ഫ്യൂണറൽ സോങ്. ഒരു ചരമഗീതമാണ്, മരണവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ്, ചരമഗീതമാണ് ഡെത്ത് ദ ലെവലർ എന്നുള്ളത്. ലുക്ക് അറ്റ് ദ ടൈറ്റിൽ, ഡെത്ത് ദ ലെവലർ. സോ വാട്ട് ഈസ് ഡെത്ത്? ഡെത്ത് ഈസ് ദ ലെവലർ. ഡെത്ത് ലെവൽ ചെയ്യുന്ന ആളാണ്. എന്തിനൊക്കെയാണ് ഡെത്ത് ലെവൽ ചെയ്യുന്നത്? ഡെത്ത് ലെവൽസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. പണക്കാരനെയും പാവപ്പെട്ടവനെയും തമ്മിൽ ലെവൽ ചെയ്യും. ഡെത്ത് ലെവൽസ് ബിറ്റ്വീൻ ദ ഹൈ ആൻഡ് ദ ലോ. ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകളെയും താഴേക്കിടയിലുള്ള ആളുകളെയും ഇക്വേറ്റ് ചെയ്യുന്നു. ഡെത്ത് ലെവൽസ് ബിറ്റ്വീൻ ദ പവർഫുൾ ആൻഡ് ദ പവർലെസ്. ഡെത്ത് ലെവൽസ് ബിറ്റ്വീൻ men and women. Death levels between the strong and the weak. അപ്പോൾ ഡെത്ത് ലെവലറാണ്. ഡെത്ത് ലെവൽസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ, ദ സ്ട്രോങ് ആൻഡ് ദ വീക്ക്, ദ ഹൈ ആൻഡ് ദ ലോ, മെൻ ആൻഡ് വിമൻ. ഇവരെല്ലാം ലെവൽ ചെയ്യുന്ന, ഇക്വേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഡെത്ത്. ഡെത്ത് അപ്പിയേഴ്സ് ആസ് ദ ലെവലർ. ഹിയർ ഇസ് ദ ഫസ്റ്റ് stanza. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hands on kings. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. I'll repeat it once again. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hands on kings. Scepter and crown must tumble down, and in the dust be equal made with a poor crooked scythe and spade. Very simple, but we may feel it difficult. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് ആണ്, പക്ഷെ നമുക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ലെറ്റ്സ് ലുക്ക് ഇൻ ടു the poem line by line. ഓരോരോ ലൈനായിട്ട് നമുക്ക് നോക്കാം. The glories of our blood and state are shadows. So the first thing is, it's about the glories of our blood and state. Glory എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മഹത്വം പറയുന്നതാണ് ഗ്ലോറി. എന്തിൻ്റെ ഗ്ലോറിയാ? Of our blood and state. The legacy of our family. നമ്മുടെ കുടുംബത്തിൻ്റെ മാഹാത്മ്യം, നമ്മുടെ പാരമ്പര്യ മാഹാത്മ്യം, അതാണ് the glories of our blood and state. ബ്ലഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറയത്തില്ലേ രാജരക്തമാണെന്നൊക്കെ പറയില്ലേ? അപ്പോൾ ആ പാരമ്പര്യം, നമ്മുടെ കുടുംബ പാരമ്പര്യം പറയുന്നതിനാണ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റസ്, നമ്മുടെ പൊസിഷൻ. നമ്മൾ റിച്ച് ആണോ, അതോ നമ്മൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണോ, നമ്മൾ മന്ത്രിയാണോ, നമ്മൾ രാജാവാണോ, അതാണ് സ്റ്റേറ്റ്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ്, പാരമ്പര്യ മഹാത്മ്യം. ദ ഗ്ലോറീസ് ഓഫ് അവർ സ്റ്റേറ്റ്, ദ സ്റ്റാറ്റസ്. ഇതൊക്കെ എന്താണ്? ദേ ആർ ഷാഡോസ്. ദേ ആർ നോട്ട് പെർമനൻറ്റ്. They are substantial. They are not substantial. They are not permanent. That is not substantial. So the glories, the greatness, the legacy of our family, the legacy of our status is not permanent things. They are just
ടെമ്പററി. ഇതൊക്കെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദേ വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. അതൊരിക്കലും ദീർഘകാലം നിലനിൽക്കില്ല. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ നോട്ട് പെർമനൻറ്റ്. ദേ വോണ്ട് ലിവ് ഫോർ ദേ വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. അപ്പം നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല. അത് നശിച്ചു പോകും. ദർ ഇസ് നോ ആർമർ അഗൈൻസ്റ്റ് ഫെയ്റ്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ പാരമ്പര്യം നിലനിൽക്കാത്തത്? നമ്മുടെ മാഹാത്മ്യം, നമ്മുടെ കുടുംബ മാഹാത്മ്യമൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും പുകഴ്ത്തി പറയുന്ന കാര്യങ്ങൾ, അതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് കവി പറയാൻ കാരണം എന്താ? ബിക്കോസ് ദർ ഇസ് നോ ആർമർ അഗൈൻസ്റ്റ് ഫെയ്റ്റ്. ഫെയ്റ്റ് എന്താ? വിധി. വിധിക്കെതിരെ പടച്ചട്ടകളില്ല. ഏത് പടച്ചട്ട ഇട്ടിട്ട് പോയാലും യുദ്ധത്തിൽ നമുക്ക് ശത്രു സൈന്യത്തിന്റെ ആയുധത്തെ തകർക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ വിധിയെ തടുക്കാൻ പറ്റില്ല. സോ ദർ ഇസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫെയ്റ്റ്. യു കാൻ പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ഫെയ്റ്റ്. വിധിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ആർമർ ഈസ് സംതിങ് ദറ്റ് പ്രൊട്ടക്ട്സ് എ വാരിയർ ഇൻ ദ വാർ. യുദ്ധത്തിൽ വാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ് ആർമർ, പടച്ചട്ട. ബട്ട് വിധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പടച്ചട്ട കൊണ്ട് കാര്യമില്ല. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. കാരണം എന്താ? ഈ ആർമർ ഇട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഡെത്ത് ക്യാച്ച് ഹോൾഡ് ഓഫ് കിങ്സ്. രാജാക്കന്മാരെ വരെയും മരണം കീഴ്പ്പെടുത്തും. ഇപ്പൊ രാജാവിനെ വരെ മരണം കീഴ്പ്പെടുത്തും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡെത്ത് ലേസ് ഹാൻഡ്സ് ഓൺ എവ്രി വൺ. ഏറ്റവും മുകളിലിരിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? എല്ലാവരെയും കൈക്കലാക്കും എന്നാണ്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. മരണത്തിന്റെ കരങ്ങൾ എങ്ങനത്തെ കരങ്ങളാ? ഐസി ഹാൻഡ്സ് ആണ്, തണുത്ത കരങ്ങളാണ്. അപ്പൊ ആ തണുത്ത കരങ്ങൾ കൊണ്ട് മരണം എല്ലാവരെയും അരിഞ്ഞു മുറുക്കും. രാജാവിനെയും അരിഞ്ഞു മുറുക്കും, പ്രജകളെയും അരിഞ്ഞു മുറുക്കും. സോ യു കാൻ പ്രൊട്ടക്ട് യുവർ സെൽഫ് ബൈ വെയറിങ് ആൻ ആർമർ ബിക്കോസ് ഡെത്ത് ഈസ് ദെയർ. ഡെത്ത് ഈസ് വെയിറ്റിംഗ്. ഡെത്ത് ഈസ് വെയിറ്റിംഗ് യു. നിങ്ങളെ കാത്ത് മരണം ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പടച്ചട്ട കൊണ്ടുപോയാൽ നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചേക്കാം, പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ ദെയർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ്. ഡെത്തിന്റെ കൈകളെ അവന്റെ കൈകൾ എന്ന് വിളിച്ചു. ഡെത്ത് ജീവനില്ലാത്തൊരു സാധനമാണ്, ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഒരു ജീവനില്ലാത്തൊരു കോൺസെപ്റ്റിനെ ജീവനുള്ളൊരു വ്യക്തിയെ പോലെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ആ ഫിഗർ ഓഫ് സ്പീച്ചിനെ എന്തെന്ന് വിളിക്കും? പെഴ്സോണിഫിക്കേഷൻ. പേഴ്സൺ ആക്കുവാണ് നമ്മളവിടെ. അതിനെ നമ്മൾ പെഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഡെത്ത് ലേസ് ഈസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് എന്നുള്ളത് അതൊരു പെഴ്സോണിഫിക്കേഷൻ ആണ്. അവിടെ ഒരു മെറ്റഫറും വരുന്നുണ്ട്. ദെയർ ആർ ടു ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, personification as well as metaphor. Death is being personified. Okay. Scepter and crown. Scepter and crown എന്ന് വെച്ചാൽ എന്താ? Scepter ചെങ്കോല്, crown കിരീടം. നമ്മൾ കിരീടവും ചെങ്കോലും എന്ന് പറയും. ഇംഗ്ലീഷിൽ scepter and crown എന്നാ പറയുക. Scepter and crown, ചെങ്കോലും കിരീടവും. They must tumble down. എന്താ tumble down എന്ന് വെച്ചാൽ? ഉയരത്തിലിരിക്കുന്ന സാധനങ്ങളാണ് കിരീടവും ചെങ്കോലും. അത് മറിഞ്ഞ് താഴെ വീഴും. They will tumble down and they are made equal. They are made equal in the dust. They will tumble down from top. They will fall in the dust and they will be made equal in the dust with a scythe and spade. What is scythe and spade? Scythe എന്ന് വെച്ചാൽ എന്താ? അരിവാൾ. സ്പെയ്ഡ് എന്ന് വെച്ചാൽ മമ്മട്ടി. അപ്പം സ്കൈത്തും സ്പെയ്ഡും രണ്ട് സാധനങ്ങളാണ്. അതേപോലെ കിരീടവും ചെങ്കോലും. കിരീടവും ചെങ്കോലും മുകളിലിരിക്കുന്ന സാധനമാണ്, രാജാവ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സ്കൈത്തും സ്പെയ്ഡും താഴെ ഇരിക്കുന്ന സാധനങ്ങളാണ്, പാവപ്പെട്ടവൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ബട്ട് the scepter and crown, they will tumble down and they will be made equal with the scythe and spade which is lying in the dust. Already scythe spade താഴെ ഇരിക്കുക. അതിൻ്റെ വിലയേ ഉള്ളൂ ആർക്കും? കിരീടത്തിനും ചെങ്കോലിനും. സി സ്കൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്നുള്ള വേർഡിന് മുമ്പിൽ നമുക്ക് അഡ്ജക്റ്റീവ്സ് ഇല്ല, പക്ഷേ സ്കൈത്ത് ആൻഡ് സ്പെയ്ഡിന് മുമ്പിൽ പുവർ, ക്രൂക്കഡ് എന്നീ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? രാജാവിന് പ്രത്യേകിച്ച് അഡ്ജക്റ്റീവിൻ്റെ ആവശ്യമില്ല. രാജാവെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം രാജാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. സ്കൈത്തിനെ സ്പെയ്ഡിനെ എന്തെന്ന് വിളിച്ചിരിക്കുക? പുവർ, പാവം പിടിച്ച. ക്രൂക്കഡ്, വളരെ കണ്ണിങ് ആയിട്ടുള്ള, സൂത്രശാലിയായിട്ടുള്ള, തന്ത്രശാലിയായിട്ടുള്ള. അപ്പം നിങ്ങൾ വളരെ മോശമെന്ന് കരുതുന്ന, നിങ്ങൾ വളരെ ദരിദ്രൻ എന്ന് കരുതുന്ന ആളുകൾ. ഇവിടെ സ്കൈത്തും സ്പെയ്ഡും എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സ്കൈത്ത് ആൻഡ് സ്പെയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ ദ കോമൺ മാൻ. Scepter and crown stands for the king.
സോ സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് കിരീടത്തെയും ചെങ്കോലിനെയും അല്ല, രാജാവിനെയാണ്. അതേപോലെ സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? പാവപ്പെട്ട ആളുകളെയാണ്. പാവപ്പെട്ട ആളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പുവർ ക്രൂക്കഡ് എന്ന് വിളിക്കുന്നു. ബട്ട് ദെയർ ഇസ് നോ പോയിന്റ് ഇൻ ദാറ്റ്. അങ്ങനെ വിളിക്കുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾ പുവർ ക്രൂക്കഡ് എന്ന് വിളിക്കുന്ന പാവപ്പെട്ട ആളുകളും അങ്ങ് മുകളിലിരിക്കുന്ന മഹാനായ രാജാവും മരണത്തിന്റെ കൈകളിൽ മണ്ണിൽ ഡസ്റ്റിൽ ഈക്വൽ ആണ്. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് ദാറ്റ്. ദ കിങ് ആസ് വെൽ ആസ് ദ കോമൺ മാൻ, they will be made equal in the dust in the hands of death. അതാണ് ആ വരിയുടെ മീനിങ്. ഇനി ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. ഹിയർ സെപ്റ്റർ ആൻഡ് ക്രൗൺ സ്റ്റാൻഡ്സ് ഫോർ കിങ്. സെപ്റ്ററും ക്രൗണും, കിരീടവും ചെങ്കോലും ഉദ്ദേശിച്ചത് കിരീടത്തെയും ചെങ്കോലിനെ അല്ല, രാജാവിനെയാണ്. സ്കൈത്ത് ആൻഡ് സ്പേഡ് സ്റ്റാൻഡ്സ് ഫോർ ദ കോമൺ മാൻ. സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് ഉദ്ദേശിച്ചത് സ്കൈത്തിനെ സ്പേഡിനെ അല്ല, മറിച്ച് സാധാരണക്കാരനെയാണ്. സോ സിൻസ് scepter and crown stands for king, it is a metonymy. The figure of speech is metonymy. Scythe and spade stands for common man. The figure of speech is metonymy. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ പോയത്തിന്റെ അടുത്ത പേജിൽ കിടപ്പുണ്ട് metonymy എന്നുള്ളത്. METONYMY. സ്പെല്ലിംഗ് തെറ്റിക്കരുത്, നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്, നോക്കുക. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് 3 ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ് എന്നുള്ളിടത്ത് പെർസോണിഫിക്കേഷൻ വരുന്നുണ്ട്, മെറ്റഫർ വരുന്നുണ്ട്. ഹിസ് ഐസി ഹാൻഡ്സ് മെറ്റഫർ ആണ്. അതേപോലെ സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയുന്നത് കോമൺ മാന് വേണ്ടിയുള്ളൊരു മീറ്റോണിമിയാണ്. സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്നുള്ളത് കിങ്ങിന് വേണ്ടിയുള്ളൊരു മീറ്റോണിമിയാണ്. ഇത് പഠിച്ചു വയ്ക്കുക. സോ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻസിലെ പോയിന്റ്സ് എന്തൊക്കെയാ? ദ ലെഗസി ഓഫ് യുവർ ഫാമിലി വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ. ദേ ആർ നോട്ട് പെർമനൻറ്റ്. Death catches hold of everyone. The king and the common man will be equal in the dust in the hands of death. That is the idea in the first stanza. Now let's move on to the second stanza. Some men with swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late they stoop to fate and must give up their murmuring breath when they pale captives creep to death. I'll repeat it once again. Some men with swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late they stoop to fate and must give up their murmuring breath when they pale captives creep to death. Again, simple ideas, but you may feel it difficult because of the construction of lines. വരികളുടെ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണെന്ന് തോന്നും. വളരെ സിമ്പിൾ ഐഡിയാസാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പോയം കയ്യിലെടുത്ത് വെച്ചിട്ട് തന്നെ വേണം ക്ലാസ് കേൾക്കാൻ. Some men with swords, അങ്ങനെ വായിക്കണം. Some men with swords, sword വാള്. Some men with swords may reap the field. ഫീൽഡ് വയലുകൾ. വയലിൽ വാള് വെച്ച് റീപ്പ് ചെയ്യുന്ന, കൊയ്ത്ത് നടത്തുന്ന ആരാ? കർഷകരാണ്. വയലിൽ കൊയ്ത്ത് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. അവർ കൊയ്ത് കളഞ്ഞിട്ട് അവരെന്താ ചെയ്യുക? ആ കൊയ്ത് കളഞ്ഞ സ്ഥാനത്ത് ദേ പ്ലാന്റ് ഫ്രഷ് ലോറൽസ്, പുതിയ പൂച്ചെടികൾ വളർത്തിക്കൊണ്ടുവരും. പക്ഷെ അവിടെ ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചേ. ദേ പ്ലാൻ ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. എവിടെയാണോ അവര് കൊല നടത്തുന്നത് അവിടെ അവരെന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രഷ് ലോറൽസ് നട്ടുപിടിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കില്ല് ചെയ്യുന്ന ഫീൽഡ് ഏതാണ്? കർഷകരുടെ ഫീൽഡിലാണോ കില്ലിങ് നടക്കുന്നത്? അല്ല, കൊല നടക്കുന്നത് എവിടെയാ? ബാറ്റിൽ ഫീൽഡാണ്. സോ ഇറ്റ്സ് അബൌട്ട് വാരിയേഴ്സ്. ഇറ്റ് ഈസ് അബൌട്ട് സോൾജിയേഴ്സ്. Some great soldiers, they may reap the field, they may conduct battles, and they kill their enemies, and they plant fresh laurels mean they build empires. സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കും, അത്രയും പവർഫുൾ ആണ്. Some men who are very much powerful, they fight in the battlefield, they defeat their enemies, and they build up empires. എംപയേഴ്സ്, കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുക.
സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കുന്ന മഹാന്മാരായ ചക്രവർത്തിമാരുണ്ടാവാം. But what happens to them? Their strong nerves at last must yield. Their strong nerves, അവരുടെ നെർവുകൾ, അവരുടെ ബ്രെയിനിൻ്റെ മെസ്സേജിങ് സിസ്റ്റം, they are strong. അവരുടെ ബ്രെയിനിൻ്റെ മെസ്സേജിങ് സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ടാണ്, അവരുടെ വിൽ പവർ സ്ട്രോങ് ആയതുകൊണ്ടാണ്, അവരെന്ത് ചെയ്തത്? അവർ എംപയേഴ്സ് ക്രിയേറ്റ് ചെയ്തത്, അവർ സാമ്രാജ്യങ്ങൾ സൃഷ്ടിച്ചത്. ബട്ട് such strongness, such people with strongness, they should yield. എന്താ yield എന്ന് വെച്ചാൽ കീഴടങ്ങുക. ആരുടെ മുമ്പിലാണെന്ന് പറയേണ്ട കാര്യമില്ല, we already know, മരണത്തിന് മുമ്പ്. So even the powerful people who built empires should yield before death. ശക്തരായ ചക്രവർത്തിമാർ പോലും ആരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും? മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. They tame means നമ്മൾ മൃഗങ്ങളെയൊക്കെ ടൈം ചെയ്യും, മെരുക്കിയെടുക്കും. അപ്പോൾ ഈ ആളുകൾ, ഈ പവർഫുള്ളായിട്ടുള്ള ഈ ആളുകൾ, അവർ മെരുക്കുന്ന ആളുകളാണ്, ശത്രുക്കളെ മെരുക്കുന്ന ആളുകളാണ്. ബട്ട് വൺ അനദർ, അവർക്ക് പരസ്പരം മെരുക്കാനേ കഴിയൂ, അവർക്ക് മനുഷ്യനെ മെരുക്കാനേ കഴിയൂ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദേ കാൺ ടൈം ഡെത്ത്, ദേ കാൺ കൺട്രോൾ ഡെത്ത്. ദേ ക്യാൻ കൺട്രോൾ പീപ്പിൾ ബട്ട് ദേ കാൺ കൺട്രോൾ ഡെത്ത്. ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മരണത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. Early or late means ഇന്നല്ലെങ്കിൽ നാളെ. Early or late they stoop to fate. Fate means death. Here fate is death. വിധി എന്ന് പറയുന്നത് മരണമാണ്. Early or late, ഇന്ന് അവൻ പവർഫുൾ ആയിരിക്കാം, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ he has to surrender to death. അവൻ മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. And must give up their murmuring breath. They have to give up their murmuring breath. എന്തോ ബ്രത്ത് എന്ന് വെച്ചാൽ ശ്വാസമാണ്, murmuring breath ആണ്. ഒരാൾ മരണത്തിലേക്ക് അടുക്കുമ്പം അയാളുടെ ബ്രത്തിന്റെ കൺട്രോൾ പോകും. ഇറ്റ് ബിക്കംസ് murmuring breath. ആ murmuring breath എന്ത് ചെയ്യേണ്ടി വരും? They must give up, ഉപേക്ഷിക്കുക. They have to abandon, they have to give up their murmuring breath. That means they have to give up their life. They will surrender to death. മരണത്തിന് കീഴടങ്ങേണ്ടി വരും. When? എപ്പോഴാ? ദേ, ഈ പറഞ്ഞ ആളുകൾ, ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, പെയിൽ ക്യാപ്റ്റീവ്സ്. ക്യാപ്റ്റീവ്സ് എന്ന് വെച്ചാൽ തടവുകാര്. പെയിൽ ക്യാപ്റ്റീവ്സ് എന്ന് വെച്ചാൽ മരണത്തിന്റെ തടവുകാരാണ് അല്ലേ? മരണത്തിന്റെ തടവുകാരെന്ന് പറയുമ്പോൾ മരണം പെയിലാക്കും ആളുകളെ. മരിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരമൊക്കെ ആകെ വിളറി വെളുത്ത്, എത്ര യങ്ങായിട്ടുള്ള ആളുകളും എന്തെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച് മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് പെയിൽ ക്യാപ്റ്റീവ്സ്. നമ്മുടെ മെന്റലി ഓൾസോ നമ്മൾ തകർന്നു പോകും അല്ലേ? അപ്പൊ പെയിൽ ക്യാപ്റ്റീവ്സ്, ദേ, ഈ പവർഫുൾ ആയിട്ടുള്ള ഈ ആളുകൾ, ദേ ബിക്കം പെയിൽ ക്യാപ്റ്റീവ്സ്. അവർ ഒത്തിരി ആളുകളെ ക്യാപ്റ്റീവ്സ് ആക്കിയിട്ടുള്ളതാണ്. പക്ഷെ അവരും എന്താകും? അവരും ക്യാപ്റ്റീവ്സ് ആവും. വേർ? ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. ആൻഡ് ദേ ക്രീപ് ടു ഡെത്ത്. അവർ നടന്നൊന്നുമല്ല പോവുക, അവർ ഓടിയല്ല പോവുക. ദേ ക്രീപ് ടു ഡെത്ത്. അവർ മരണത്തിലേക്ക് ഇഴഞ്ഞാണ് പോവുക. അവരുടെയും അവസാനം ദുരന്തപൂർണമാകുക. ദേ വിൽ ഓൾസോ ഹാവ് ടു സറണ്ടർ ടു ഡെത്ത്. ഒന്നുകൂടെ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ, ഏർലി ഓർ ലേറ്റ്, ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. അവരും വിധിക്ക് കീഴടങ്ങണം. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിംഗ് ബ്രെത്ത് when they pale captives creep to death. When these pale captives, when these powerful people become the captives of death, they have to give up their murmuring breath. അവരുടെ ശ്വാസം ഉപേക്ഷിക്കേണ്ടി വരും. And they creep to death. അവർ slowly they also die. അവർ മരണത്തിലേക്ക് നടന്നെടുക്കും. So here is the summary of the second stanza. There are so many powerful people who build empires with their swords. But what happens? Their strong nerves also will come to an end. They have to stoop before death. They have to surrender to death. Early or late, they will also have to surrender to death. And they have to give up their murmuring breath when they become pale captives in the hands of death. And they will slowly move to the approaching death. They will slowly surrender to the approaching death. This is the second stanza. And let's move on to the third stanza. Now you are dead. നിങ്ങൾ മരിച്ചു, ഞാനും മരിച്ചു, നിങ്ങളും മരിച്ചു, എല്ലാവരും മരിച്ചു. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. നമ്മളെ തന്നെ നമ്മളിങ്ങനെ മരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്, നമ്മുടെ ശവമൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നോക്കും. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും അയലത്തുകാരും നമ്മുടെ കൂട്ടുകാരും മിത്രങ്ങളും ശത്രുക്കളും
ഒക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ ഡെഡ് ബോഡി കാണുന്നതായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിക്കുക. നല്ല രസമായിരിക്കും അത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് സ്റ്റാൻസ. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your hands must come to the cold tomb, only the actions of the just smell sweet and blossom in their dust. I'll repeat it once again. The garlands wither on your brow, then boast no more of your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your heads must come to the cold tomb, only the actions of the just may smell sweet and blossom in their dust. This is also a simple stanza but seems to be difficult because of the construction of lines. Lines in the construction കൊണ്ട് difficult ആയിട്ട് തോന്നുന്നേ ഉള്ളൂ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻസയാണ്. ഓക്കെ, the garlands wither on your brow. അപ്പോൾ നിങ്ങൾ മരിച്ച് ശവമൊക്കെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ഗാർലൻസ്, പൂമാല, പൂക്കൾ. they wither on your brow. നിങ്ങളുടെ നെറ്റിത്തടത്തിലെല്ലാം നിങ്ങളുടെ ശരീരം മുഴുവൻ പൂക്കൾ വിതറിയിട്ടിരിക്കുകയാണ്. ഡെഡ് ബോഡി കൊണ്ടിട്ടിട്ട് പൂക്കൾ വിതറിയിട്ടിരിക്കുകയാണ്. ഗാർലൻസ് wither on your brow. That means you are a dead body now. You have been dead. You are dead. You are a dead body. Garlands have been withered. ലോകത്തിലെ ഏത് കൾച്ചറിൽ ചെന്ന് നോക്കിയാലും മരിച്ച ആളുകളുടെ ശരീരത്തിൽ പൂക്കൾ വെക്കുന്നത് ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങളുടെ ഡെഡ് ബോഡിയിൽ നിറയെ പൂക്കൾ വിരിച്ചിട്ടിരിക്കുകയാണ്. മരിച്ചവൻ എന്തിനാണ് പൂവ്, അല്ലേ? Then boast no more of your mighty deeds. Mighty deeds, powerful actions. നിങ്ങൾ ചെയ്ത മഹത്തരമായ കാര്യങ്ങളില്ലേ, don't boast it off. അതിനെ ബോസ്റ്റ് ചെയ്തിട്ട് അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം വലിയ സംഭവമായിരുന്നു. പക്ഷെ എന്തേ, ദേണ്ട കിടക്കുന്നു. So there is no point in boasting of one's position after being dead. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ മഹത്തരമായ കാര്യങ്ങളെ പറ്റി, മൈറ്റി ഡീഡ്സിനെ പറ്റി പുകഴ്ത്തി പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ ഓൾട്ടർ നൗ. എവിടെയാണ് നിങ്ങൾ? മരണത്തിൻ്റെ പർപ്പിൾ ഓൾട്ടർ, അൾത്താരയിലാണ് നിങ്ങൾ മരണത്തിൻ്റെ കരങ്ങളിലാണ്. മരണത്തിൻ്റെ കരങ്ങൾ എങ്ങനത്തെ കരങ്ങളാണ്? പേർപ്പിൾ ആണ്. പർപ്പിൾ നിറം, നമ്മുടെ ശരീരം നീലിക്കുക എന്നൊക്കെ പറയും, കരിനീലിക്കുക എന്നൊക്കെ പറയും. ഈ പർപ്പിൾ നിറം, തണുത്ത കരങ്ങൾ, ഇതൊക്കെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ആണ്. സോ യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. യു ആർ ഇൻ ദ ഓൾട്ടർ, ദ പേർപ്പിൾ ഓൾട്ടർ ഓഫ് ഡെത്ത്. നിങ്ങളുടെ ബറിയൽ വെയിറ്റ് ചെയ്ത് മരണത്തിൻ്റെ അൾത്താരയിൽ ഇരിക്കുകയാണ്, കിടക്കുകയാണ്. സീ, ലുക്ക് വേർ ദ victim bleeds. The victim bleeds. Who is the victim? Who is the victim? The one who has been dead. മരിച്ച ആളാണ് victim. എന്തിനാ victim എന്ന് പറഞ്ഞ? വിക്ടർ എന്താ? വിക്ടറി നേടിയ ആള്, വിജയം നേടിയ ബലിയാട്. രണ്ട് വേർഡൂടെ മാച്ച് ചെയ്യുന്നില്ലല്ലോ. ബലിയാട് വിജയം നേടിയ വ്യക്തിയാകുന്നത് എങ്ങനെയാ? അപ്പോൾ victim എന്നുള്ള ആ ഒരു പ്രയോഗം രണ്ട് ഓപ്പോസിറ്റ് എലമെന്റ്സ് ചേരുന്നതാണ്. നമ്മൾ പറയില്ലേ ടെറിബിൾ ബ്യൂട്ടി, ഭയങ്കര സൗന്ദര്യം. ശരിക്കും ഭയങ്കരം എന്ന് വെച്ചാൽ ഭയം ജനിപ്പിക്കുന്നത് എന്നാണ്. പക്ഷെ സൗന്ദര്യത്തിന്റെ ഇമ്പാക്ട് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭയങ്കര സൗന്ദര്യം എന്ന് പറയും, ടെറിബിൾ ബ്യൂട്ടി. അതേപോലെ ഒരു പ്രയോഗമാണ് victim. അങ്ങനെ ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന പ്രയോഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓക്സിമൊറോൺ എന്ന് വിളിക്കും. ഓക്സിമൊറോൺ, OXYMORON. സ്പെല്ലിംഗ് തെറ്റിക്കരുത്, ഓക്സിമൊറോൺ. അപ്പൊ victim എന്നുള്ള ഐഡിയ ഒരു ഓക്സിമൊറോൺ ആണ്. സോ യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. യു ആർ awaiting your burial in the purple altar of death. Then the victor, look, everyone can see where the victim is bleeding. നിങ്ങൾ ബ്ലീഡ് ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. There is no point in boasting of your skills, your actions. Your heads must come to the cold tomb. The word is TOMB. It is tomb. Your heads must come to the cold tomb. Again the word cold is used. മരണവുമായി ബന്ധപ്പെട്ട ഇമേജസ് എല്ലാം തണുത്ത ഇമേജസ് ആണ്. Your head must come to the cold tomb. നിങ്ങളുടെ ശിരസും ഈ തണുത്തുറഞ്ഞിരിക്കുന്ന ഈ ടൂമ്പിലേക്ക്,
എന്താ ടൂംബ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ശവകുടീരം, നിങ്ങളെ അടക്കം ചെയ്യുന്ന സ്ഥലം. അവിടേക്ക് നിങ്ങളുടെ ശിരസ്സും പോകും. നിങ്ങളുടെ ശിരസ് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ആ ശിരസ്സും മരണത്തിൻ്റെ കരങ്ങളിൽ അകപ്പെടും. Only the actions of the just may smell sweet and blossom in their dust. These two lines are very very important. നമ്മൾ ഇഫ് പോയം എടുത്താൽ അതിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഗിവ്സ് എ മെസ്സേജ്. ഇഫിലെ എല്ലാ വരികളും മെസ്സേജ് തരുന്ന വരികളാണ്. വളരെ അത്ര ഭംഗിയുള്ളൊരു പോയമാണ് ഇഫ്. എന്നാൽ നമ്മൾ ഡെഡ് ദ ലെവലർ എടുത്താൽ ലാസ്റ്റ് 2 ലൈൻസ് ആണ് നമുക്ക് മെസ്സേജ് തരുന്നത്. നമ്മൾ അടുത്തത് സൺറൈസ് ഓൺ ദ ഹിൽസ് എടുത്താൽ ലാസ്റ്റ് ചെറിയൊരു പാർട്ട് ഒരു 5, 6, 7 ലൈൻസ് ആണ് നമുക്ക് മെസ്സേജ് തരുന്നത്. നമ്മൾ ഏത് പോയം എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇത്തരത്തിൽ ഷോർട്ടായിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ടൈറ്റാനിക്കിനകത്തിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മെസ്സേജ് തരുന്നില്ല, ബട്ട് ദെയർ ഈസ് എ മെസ്സേജ്. നമ്മൾ അവസാനം പഠിക്കുന്ന പോയം ടു സ്ലീപ്പ് എന്നുള്ള പോയം, വേർഡ്സ്വർത്തിൻ്റെ പോയത്തിൽ നമുക്ക് മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ പോയത്തിൻ്റെ മെസ്സേജ് ലാസ്റ്റ് 2 ലൈൻസിലാണ്. ഒൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. ജസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നീതിമാന്മാർ. ദി ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, നീതിമാന്മാരായ ആളുകളുടെ പ്രവർത്തികൾ, സത്യസന്ധരായ ആളുകളുടെ പ്രവർത്തികൾ, നന്മ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തികൾ. ദി ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, അവരുടെ പ്രവർത്തികൾ മാത്രമേ എന്ത് ചെയ്യൂ? സ്മെൽ സ്വീറ്റ്, സുഗന്ധപൂരിതമാകും. ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. ഡസ്റ്റ് മീൻസ് അവരുടെ ബലികുടീരം, അവരുടെ ശവകുടീരം, അവരെ അടക്കിയിരിക്കുന്ന സ്ഥലം. ഡസ്റ്റ്, മണ്ണ്, 6 അടി മണ്ണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരുടെ മണ്ണിൽ നിന്ന് ബ്ലോസം ചെയ്യും, പുഷ്പിക്കും. അപ്പൊ ആരുടെ പ്രവർത്തികളാണ് സ്മെല്ല് ചെയ്യുകയും പുഷ്പിക്കുകയും ചെയ്യുന്നത്? only the actions of the just, only the actions of the good people will be remembered forever. That is the message of the poem. Only the actions of the good people will be remembered forever. I'll repeat the main points in the 3rd stanza. You are dead, you are in the purple altar of death. Lot of flowers, they are withered on your body. There is no point in boasting of your mighty deeds. You have become a victim in the hands of death. Your head also will come to the cold tomb. Only the actions, only the deeds of good people will be remembered forever. Only the good deeds of a person will be remembered forever. അങ്ങനെ ചിന്തിക്കണം, 2 രീതിയിൽ ചിന്തിക്കണം. നല്ല ആളുകളുടെ പ്രവർത്തികൾ മാത്രമേ ഓർമ്മിക്കപ്പെടുകയുള്ളൂ, ഒരു വ്യക്തിയുടെ നല്ല പ്രവർത്തികൾ മാത്രമേ ഓർമ്മിക്കപ്പെടുകയുള്ളൂ. ഐ വിൽ റിപ്പീറ്റ് ദ സെന്റൻസസ്. only the actions of good people will be remembered forever. നല്ല വ്യക്തികളുടെ, നല്ല ആളുകളുടെ പ്രവർത്തികൾ മാത്രമേ ഓർമ്മിക്കപ്പെടുകയുള്ളൂ. only the good actions will be remembered forever. നല്ല പ്രവർത്തികൾ മാത്രമേ ഓർമ്മിക്കപ്പെടുകയുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പോയം. 3 സ്റ്റാൻസേ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ കുഴപ്പം, നിങ്ങളുടെ മനസ്സിലാകെ ഡെത്ത് എന്നൊരു വേർഡ് മാത്രം കാണും, എവ്രിബഡി വിൽ ഡൈ എന്നൊരു ഐഡിയ മാത്രം കാണും. അത് വെച്ച് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ജെയിംസ് ഷേർലി ഈസ് ദ ലാസ്റ്റ് ഓഫ് ദി എലിസബത്തൻസ്, അങ്ങനെ ജെയിംസ് ഷേർലിയെ വിളിക്കുന്നത്. ജെയിംസ് ഷേർലി ഇസ് ദ ലാസ്റ്റ് ഓഫ് ദി എലിസബത്തൻ. ഷേക്സ്പിയർ ഉൾപ്പെടെ ജീവിച്ച എലിസബത്തൻ കാലഘട്ടത്തിൽ അവസാനം ജീവിച്ച പോയറ്റാണ് ജെയിംസ് ഷേർലി. അദ്ദേഹം ഒരു പോയറ്റും നാടകൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹം വളരെ കുറച്ച് പോയംസ് എഴുതിയിട്ടുള്ളൂ. സോ ജെയിംസ് ഷേർലി ഈസ് ദ ലാസ്റ്റ് ഓഫ് ദി എലിസബത്തൻസ്, അങ്ങനെയാണ് വിളിക്കുന്നത്. ആൻഡ് ഡെഡ് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി, മെയിൻ ഐഡിയാസ്, എല്ലാ ഐഡിയാസ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, മെയിൻ ഐഡിയാസ് എഴുതി, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എഴുതി, ഒരു കൺക്ലൂഷൻ എഴുതി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു എൻജോയ് ദ ക്ലാസ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയം. താങ്ക് യു ഫോർ വാച്ചിങ്.